ഇപ്പോൾ നമ്മളൊരു ഷോപ്പിൽ വന്നേക്കാണ്. മെറ്റ റേബാൻ്റെ ഒരു സ്മാർട്ട് AI ഗ്ലാസ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. AI അസിസ്റ്റൻറ്റും ക്യാമറയും ബ്ലൂടൂത്തും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ്. അപ്പോൾ പല കളറിലുള്ളതുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന മാറ്റ് ബ്ലാക്ക് ആണ്. ജനറേഷൻ 2 ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മളിലുള്ളത് റേബൻ മെറ്റ AI സ്മാർട്ട് ഗ്ലാസ് ആണ് ഉള്ളത്. അപ്പോൾ ഇത് ജനറേഷൻ 2 ആണ് നമ്മളിരിക്കുന്നത്. ഇതൊരു വെഫർ മോഡലാണ്. അപ്പോൾ റേബാൻ ഉണ്ട്, ഓക്ലി ഉണ്ട്. അപ്പോൾ ഞാൻ ഓക്ലിയുടെ മോഡൽസ് ഒക്കെ നോക്കി. എനിക്ക് ആ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഓക്ലിയുടെ മോഡൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെഫർ മോഡൽ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് ഓക്ലയുടെ മോഡൽസ് വരുന്നത് മെറ്റ ആയിട്ടുള്ളത്. എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ ഈ സ്പോർട്സ് മോഡലൊക്കെ വെച്ച് നോക്കി. എൻ്റെ ഫേസിന് ഭയങ്കര വലുതാണ്. ഇതാണ് Gen 1ഉം Gen 2ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതിൽ Gen 1 ലൈക്ക് 4 മണിക്കൂറായിരുന്നു ചാർജിങ്. ഇതിൽ അപ് ടു 8 മണിക്കൂർ വരെ നമുക്കിതിൽ ചാർജിങ് കിട്ടും. പിന്നെ 12 മെഗാ പിക്സൽ തന്നെ ഇതിൽ വരുമ്പോൾ നമുക്ക് 3K റെക്കോർഡിംഗ് ഉണ്ട്. ഇതിൽ നമുക്ക് അപ് ടു 180 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൗണ്ടും വാട്ടർ റെസിസ്റ്റൻസും ഒക്കെ അതേപോലെ തന്നെയുണ്ട്. പിന്നെ മെറ്റയിൽ ഈ 3 മോഡലാണ് നമുക്ക് വരുന്നത്. ഹെഡ്ലൈനർ, സ്കൈലർ, പിന്നെ വേഫറാണ് കുറച്ചും കൂടെ ബെസ്റ്റ്. Gen 1 ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇരിക്കുന്നത് ഈ ബോസിൻ്റെ ഒരു സ്മാർട്ട് ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 4 വർഷമായി ഞാനിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് സെയിം സെറ്റപ്പ് തന്നെയാണ്. ഇതിൽ ക്യാമറ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് Gen 1 നമ്മൾ മേടിക്കേണ്ടിരുന്നത്. അപ്പോൾ Gen 1ഉം Gen 2ഉം തമ്മിൽ നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ Gen 2 മേടിച്ചത്. അപ്പോൾ ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് ഇത് നോക്കാം. അപ്പം ഇതിൻ്റെ ബാക്കിൽ വരുമ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ബിൽഡ് ഫോർ ഐഫോൺ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സാംസങ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. സിമ്പിൾ പാക്കേജിംഗ് ആണ്. ഓക്കെ, റേബൻ മെറ്റ സ്മാർട്ട് ഗ്ലാസ്. വാവ്, ഇതാണ് നമ്മുടെ കേസ് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്കിനി പാക്കേജിങ്ങിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കാൻ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്ലോത്ത് ആണ് കൊടുത്തിട്ടുള്ളത്. റേബൻ ആൻഡ് മെറ്റ ബ്രാൻഡിങ്ങോട് കൂടിയ ഒരു ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്കാൻ ടു ഗെറ്റ് സ്റ്റാർട്ടഡ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പുൾ ദ ടാബ്. ഓക്കെ, പിന്നെന്താ, ഇതാണ് ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ബാറ്ററി ലെവൽ ഇവിടെ കാണിക്കുമായിരിക്കും. ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഫുള്ള്, ഓറഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതാണ് നമ്മുടെ മെറ്റ കേസ് വരുന്നത് റേബാൻ്റെ. അപ്പം ഇവിടെ നമുക്ക് ചാർജിങ്ങിൻ്റെ സി പോർട്ട് കാണാം. ഇവിടെ എന്തോ സ്വിച്ചും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ റെഡ് ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേസ് വരുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെറ്റ ഗ്ലാസ് വരുന്നത്. ഇവിടെ നമുക്ക് ക്യാമറ കാണാം. ഇപ്പുറത്ത് നമുക്കൊരു സെൻസർ കാണാം. ഇവിടെ റേബാൻ്റെ ഒരു ബാഡ്ജിങ്ങും കാണാം. ഓക്കെ, നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടെയും നമുക്ക് റേബാൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇത് നമ്മളൊരു മാറ്റ് ഫിനിഷാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിഷനാണ്. ഇതിപ്പം ഉള്ളിലായിരുന്ന കൊണ്ടാണ് ഇങ്ങനെ. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇതൊരു ഗ്രേ കളറാകും. അതായത് ട്രാൻസിഷൻ ഗ്ലാസ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ഒരു ഡേ നൈറ്റ് ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മൈക്രോഫോൺസും കാണാൻ പറ്റും. പിന്നെ സ്പീക്കേഴ്സും കാണാം. ഇതിനടിയിലാണ് ഇപ്പോൾ നമുക്ക് സ്പീക്കേഴ്സൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ കേസ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കേസ് തന്നെയാണ്. ഇതാണ് ഉൾവശം. ഇവിടെ വെക്കുമ്പോഴാണ് നമുക്ക് ഇത് ചാർജ് ആവുന്നത്. നല്ല അടിപൊളി ലെതർ ഗ്ലാസ് ഇട്ടാ. ഇവിടെയും റേബൻ മെറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു മാഗ്നറ്റിക് ക്ലോഷറാണ് വരുന്നത്. ഇവിടെ സ്വിച്ച് അടിക്കുമ്പം ഇവിടെ ലൈറ്റൊക്കെ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മളിപ്പോൾ ഇത് കുറച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. QR കോഡ് സ്കാൻ ചെയ്യുമ്പം ഈ ഒരു മെറ്റ AI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് നോക്കാം. എല്ലാം കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് മെറ്റ AI എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെറ്റപ്പ് എ ഡിവൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പം സെറ്റപ്പ് എ ഡിവൈസ് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെറ്റ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞാനപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പം ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്യാനുള്ളൊരു ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസസ്. ഇപ്പോൾ റേബൻ മെറ്റ, പിന്നെ ഓക്ലി ഉണ്ട്. ഓക്ലിയുടെ പല മോഡൽസ് ആണ് ഇതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ഡിവൈസ്. മെറ്റ റേബൻ ഡിസ്പ്ലേ അത് നമുക്ക് ഇപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോൾ റേബൻ മെറ്റ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പറഞ്ഞിരിക്കുന്നത് ലീവ് ദ ഗ്ലാസസ് ഇൻസൈഡ് ആൻഡ് പ്രസ് ദിസ് ബട്ടൺ ഫോർ 5 seconds.
ഈ ഒരു ബട്ടൺ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലൂ LED ഫ്ലാഷ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കാം. നോക്കാം നമുക്കിവിടെ. ഓക്കെ, ഇപ്പോൾ ബ്ലൂ LED ഫ്ലാഷ് ആവുന്നുണ്ട്. ബ്ലൂ LED ടേൺഡ് ഓൺ. നമുക്കിത് കൊടുക്കാം. അപ്പോൾ തന്നെ ഇവിടെ ഡിറ്റക്ട് ചെയ്തു, റേബൻ മെറ്റ എന്ന് പറഞ്ഞിട്ട് ഡിറ്റക്ട് ചെയ്തു. പെയറിംഗ് ആണ് ഇപ്പം. ബ്ലൂടൂത്ത് പെയറിംഗ് റിക്വസ്റ്റ്. സ്കാനിങ് ഫോർ വൈഫൈ നെറ്റ്വർക്ക്സ്. ഓക്കെ, നെറ്റ്വർക്ക് ആഡഡ്. പുട്ട് ഓൺ യുവർ ഗ്ലാസസ്. ഓക്കെ, ഡിറ്റക്റ്റിംഗ്. ഓക്കെ, നമുക്ക് നോക്കട്ടെ. ഇതൊന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഗ്ലാസ് വെയർ ചെയ്തു. ഈ ടേക്ക് എ ഫോട്ടോ പ്രസ് ക്യാപ്ചർ ബട്ടൺ. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ക്ലിക്ക് ആവുന്നുണ്ട്. ഓക്കെ, നമുക്കിത് ഗെറ്റ് അസിസ്റ്റൻസ് വിത്ത് AI, ന്യൂറൽ കൺട്രോൾ, ഇനേബിൾ മെറ്റ AI. ഹേ മെറ്റ, വാട്ട്സ് ദ വെദർ ഔട്ട്സൈഡ്? In England, it is currently sunny with a temperature of 48 degrees Fahrenheit. Today's forecast is sunny with a high of 49. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തെടുക്കുമ്പോൾ തന്നെ ഞാനൊരു ലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പുറത്തെടുത്തിട്ട് നമ്മളിതൊന്ന് അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് എത്തും കണ്ട, ഗ്രീൻ. നമ്മളിനി വെയർ ചെയ്താലാണ് ശരിക്കും ഫുള്ളി കണക്റ്റ് ആവുക. ഒരു ബ്ലൂ കളർ വേണ്ട. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി. ഇത് ഫുള്ള് സൗണ്ടിൽ വെച്ചേക്ക് വേണം. ഇപ്പോൾ സ്പീക്കർ നമുക്ക് 2 എണ്ണം ഇവിടെ കാണാം, 2 സൈഡിൽ. ഒരേ ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്വൈപ്പ് കൺട്രോളാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സോങ് പ്ലേ ആവും. കണ്ട, സ്റ്റോപ്പായി. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കുറയും. ഇപ്പോൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വോളിയം കുറയണം കേട്ടോ. ഫോണിൽ വോളിയം കൂടും. ഓക്കെ, നമുക്ക് പാട്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഒരേ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഒരൊറ്റ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ക്ലിക്ക് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ലൈറ്റ് കാണാൻ പറ്റും. പിന്നെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ആവും. അപ്പോഴും ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. ആൾക്കാർക്ക് മനസ്സിലാവും. പെട്ടെന്നൊന്നും മനസ്സിലാവില്ലെങ്കിലും ആൾക്കാർക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. കണ്ട, ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പായി. ഇത് ബോസിൻ്റെ ഒരു സ്മാർട്ട് ഗ്ലാസ് ആണ് പണ്ട് ഇറങ്ങിയത്. അപ്പം ഇതിൽ ക്യാമറ ഒന്നുമില്ല, പക്ഷെ നല്ല കിടിലൻ സ്പീക്കറും ഈ ഇവിടെ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റാ ഗ്ലാസ്സിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റൂമിലെ ജസ്റ്റ് ലൈറ്റ് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു വെർട്ടിക്കലായിട്ട് മാത്രമാണ് അതിൽ വീഡിയോ എടുക്കാൻ പറ്റുക, ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും വേണ്ടി മാത്രം. പിന്നെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം ഒരു 5 മൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടത്. 3Kയിലാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പം ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ ഇതിൻ്റെ നടക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്ത് വന്നേക്കാണ്. അപ്പോൾ ലണ്ടനിലെ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്താണ്. അപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. നല്ല വിൻഡിയാണ്. ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുത്തെ ബോട്ട് ട്രിപ്പും ഒക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ടവർ ബ്രിഡ്ജാണ് കാണുന്നത്. ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനും മൈക്കിൻ്റെ ടെസ്റ്റൊക്കെ നമുക്ക് ഇവിടെ നോക്കാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചെറിയൊരു ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ ബീറും ഫുഡും എല്ലാം, പോർക്ക് സോസേജും എല്ലാം ഉൾപ്പെടെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഫുഡിൻ്റെ നല്ല മണമുണ്ട്. ഓക്കെ, ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ പോർക്ക് സോസേജും കാര്യങ്ങളൊക്കെ. 10 പൗണ്ടാണ് അതിൻ്റെ വില. ഈ ടവർ ബ്രിഡ്ജിൻ്റെ തൊട്ട് താഴെ ഉണ്ടോ ഈ കാണുന്നതാണ് ടവർ ബ്രിഡ്ജ് ഫേമസ് ആയിട്ടുള്ളത്.
പിന്നെ അതെ ഇവിടെ വൈനും ബീറും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ബക്കിംഗ്ഹാം പാലസിന്റെ ഫ്രണ്ടിലാണ്. ഒരുപാട് കുതിരനൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ്സ് ആയതിനെ കൊണ്ട് തന്നെ നല്ലോണം ആൾക്കാരാണ് ഈ വന്നേക്കുന്നത്. It was so nice here in I like it. ഇത് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ ലണ്ടനിലെ ചൈന ടൗണിലേക്കാണ് വന്നേക്കണേ. ഫുള്ള് കളർഫുള്ളാണ്, നല്ല ക്രൗഡ്, നല്ല സൗണ്ട്. ഞാൻ ഈ മെറ്റാ ഗ്ലാസ്സിൽ എടുത്ത കുറച്ച് പിക്ചേഴ്സ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. ഈ ഒരു വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.